ഹലോ, ഞാനിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓട്ടം വന്ന കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു, എന്നാ വെയിലാണെന്നറിയോ, വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല. ചൂട് കാരണം നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥ. ഇനി നമ്മുടെ അവിടുന്ന് വന്നോണ്ടാണെന്ന് അറിയത്തില്ല. ചൂടെന്ന് പറഞ്ഞാൽ തലയൊക്കെ പൊട്ടിപ്പോകുന്ന ചൂടടിക്കുന്നത് കേട്ടോ. ഞാൻ ഓർക്കുവാണേ, ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ഉറങ്ങുന്നു എന്നുള്ള കാര്യം. നമ്മുടെയൊക്കെ അവിടെയൊക്കെ എന്ത് സുഖമല്ലേ ഉറങ്ങാനൊക്കെ, നല്ല തണുപ്പും പുതപ്പും പുതച്ച് കിടന്ന് ഉറങ്ങും. ഇവിടെ എങ്ങനെ ഉറങ്ങും? ഫാനിട്ടാൽ പോലും തണുപ്പ് കിട്ടുന്നില്ല. അന്യ വെയിലാട്ടോ ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ. ഏതൊക്കെയാലും നമ്മുടെ നാടൊക്കെ തന്നെയാണ് നല്ലതല്ലേ. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ കുറേ കാഴ്ചകൾ നിങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി കേട്ടോ. വെളിയിൽ ഇറങ്ങിയപ്പോൾ വെയിലിൻ്റെ ആ കാഠിന്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതേപോലെ വെയിലാണ്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞാൻ നേരെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ. അവിടെ വന്നപ്പം കാണുന്ന കാഴ്ചയാണ് ഇത്. പുതിയ കവാടമൊക്കെ സെറ്റ് ചെയ്ത് നേരത്തെക്കാലമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷെ പണ്ടത്തെ അത്ര ഒരു തിരക്ക് ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഏതൊക്കെയാലും അവിടെ എല്ലാം ഒന്ന് കറങ്ങി അതുവഴിയൊക്കെ ഒന്ന് നടന്ന്, വലിയ പാടാ, വെയിൽ കാരണം വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആർപ്പുക്കര ബസ് സ്റ്റാൻഡ്, നമ്മൾ പണ്ടൊക്കെ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഒത്തിരി നാളെ മെഡിക്കൽ കോളേജൊക്കെ വന്നിട്ട്, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഏതൊക്കെയാലും ഒന്ന് നടന്ന് അങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. ചുമ്മാ നടന്ന് കണ്ട എല്ലാ ഭാഗങ്ങളൊക്കെ. പിന്നെ ഈ ബിൽഡിങ്ങിലൊക്കെ നമ്മുടെ ഓരോ സുഹൃത്തുക്കളൊക്കെ കിടന്ന സാഹചര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. ഈ ഭാഗം എല്ലാവർക്കും അറിയാവുന്നൊക്കെ സ്ഥലമാണ്. എന്നാലും ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്തുകൊണ്ടൊരു വീഡിയോ എടുത്തത് കേട്ടോ. അത് വിഭാഗം ഇവിടെയൊക്കെ കിടന്ന, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് കിടന്നൊക്കെ സാഹചര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയൊക്കെ വരുന്നുണ്ട്. പണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരാവശ്യത്തിന് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതൊക്കെ മാറി ഇവിടെ നല്ലൊരു മാവ് പൂത്ത് വെപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടിയൊക്കെ നടന്ന കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ ഈ മരം കാണുമ്പോൾ നമുക്ക് നമ്മൾ ആ കിടക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതുവഴി ബ്ലഡിന് വേണ്ടി ഓടി വരുന്നതും പോകുന്നതും ഒക്കെ. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പേടി. ഇനി നമ്മളും നാളെ ഇവിടെ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടത് വിശ്വസിക്കുന്ന എല്ലാവരും